ألفية بن مالك سبق 26. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولجميع المؤمنين والمؤمنات. فارفع بضم وانصبا فتحا وجر كسرا كذكر الله عبده يسر، وجزم بتسكين وغير ما ذكر ينوب نحو جاء خوباني نمير. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇഅ്റാബുകൾ 4 എണ്ണമുണ്ട്. റഫ്ഉ, നസ്ബ്, ജറ്, ജസ്മ്. എന്നിട്ട് ഇസ്മു കൊണ്ട് പ്രത്യേകമായ ഇഅ്റാബുകൾ ഏതൊക്കെയാണ് എന്നും ഫിഅ്ലു കൊണ്ട് പ്രത്യേകമായ ഇഅ്റാബുകൾ ഏതൊക്കെയാണ് എന്നും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഇഅ്റാബുകൾ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇഅ്റാബ് ചെയ്യുക എന്നതിനെക്കുറിച്ചാണ്. അതാണ് പറയുന്നത് ഫർഫഅ ബിളമ്മിൻ. അപ്പോൾ ഇഅ്റാബുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ആ ഇഅ്റാബുകളുടെ അലാമത്തുകൾ ഏതൊക്കെയാണ് എന്ന് അറിയാൻ നിനക്ക് ഉദ്ദേശമുണ്ട് എങ്കിൽ ഫർഫഅ. അപ്പം നീ മനസ്സിലാക്കിക്കോ, ഫർഫഅ ബിളമ്മിൻ, ലമ്മ് കൊണ്ട് നീ റഫ്ഉ ചെയ്തോ. അതുപോലെ തന്നെ വൻസിബൻ ഫതഹൻ, ഫതഹ് കൊണ്ട് നീ നസ്ബും ചെയ്തോ. വജുറ, നീ ജറ് ചെയ്തോ. കസ്റൻ, കസ്റു കൊണ്ട് നീ ജറും ചെയ്തോ. അപ്പോ റഫ്ഉ ലമ്മ് കൊണ്ട്, നസ്ബ് ഫതഹ് കൊണ്ട്, ജറ് കസ്റു കൊണ്ട്. ഏതുപോലെയാണ് അതിന്റെ ഉദാഹരണം? അവകൾക്കുള്ള ഉദാഹരണം ക ദിക്റുല്ലാഹി അബ്ദുഹു യസുർ എന്ന് പറയുന്നത് പോലെയാണ്. ദിക്റുല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യൽ. അല്ലാഹു തആല ദിക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുക എന്നതൊക്കെയാണ്. അതുപോലെ തന്നെ അൽ മുജാസാത്ത്, ജസാ കൊടുക്കുക. അപ്പോൾ ദിക്റുല്ലാഹി അബ്ദുഹു, അല്ലാഹു തആല പ്രതിഫലം കൊടുക്കൽ, അബ്ദുഹു തന്റെ അടിമയെ, യസുറു അത് അവനെ സന്തോഷിപ്പിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇതിൽ റഫ്ഇന്റെയും നസ്ബിന്റെയും അതുപോലെ തന്നെ ജറിന്റെയും ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഫർഫഅ, നീ റഫ്ഉ ചെയ്തോ. അലിസ്മൽ മുതമക്കിന, ഏതിന്? മുതമക്കിനായ ഇസ്മിനിക്ക്. വൽ ഫിഅലൽ മുളാരിഅ, മുളാരിയായ ഫിഅലിനിക്കും. അപ്പോൾ മുളാരിയായ ഫിഅലിനിക്കും മുതമക്കിനായ ഇസ്മിനിക്കും നീ റഫ്ഉ ചെയ്തോ. കാരണം റഫ്ഉ ഇസ്മിലുണ്ടാകും ഫിഅലിലും ഉണ്ടാകുമല്ലോ. എന്തുകൊണ്ട്? ബിളമ്മിൻ, ലമ്മ് കൊണ്ട് നീ റഫ്ഉ ചെയ്തോ. ഐ അതായത് ബിളമ്മത്തിൻ, ലമ്മത്ത് കൊണ്ട്. നഹ്വു, അതിന് ഉദാഹരണം ഏതാണ്? സൈദുൻ യഖൂമു. സൈദുൻ യഖൂമു എന്ന് പറയുന്നത് പോലെയാണ് അതിന്റെ മിസാല്. ഇവിടെ കണ്ടില്ലേ, ബിളമ്മിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാരിഹ് എടുത്തു കൊടുത്തത് എന്താണ്? എങ്ങനെയാണ് എടുത്തു കൊടുത്തത്? ബി ലമ്മത്തിൻ എന്നാണ്. ബിളമ്മിൻ എന്ന സ്ഥലത്ത് ഐ ബി ലമ്മത്തിൻ, അതായത് ലമ്മത്ത് കൊണ്ട് എന്നാണ്. അതുപോലെ ഇനി വൻസിബൻ എന്ന് പറഞ്ഞ സ്ഥലത്തും കാണാം ഫതഹൻ എന്ന് പറഞ്ഞെടുത്ത് ബി ഫതഹത്തിൻ. അതുപോലെ വജുറ കസ്റൻ എന്നോടത്ത് ബി കസ്റത്തിൻ. അപ്പൊ ഇവിടെ മുസന്നിഫ് എന്താ പറഞ്ഞത്? ലമ്മ്, ഫതഹ്, കസ്ർ എന്നാണല്ലോ. ശാരിഹ് എടുത്തു കൊടുത്തതോ ലമ്മത്ത്, ഫതഹത്ത്, കസ്റത്ത്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്? നമുക്കറിയാം,
ലമ്മ് അതുപോലെ തന്നെ ഫതഹ് കസ്ർ എന്നൊക്കെ പറയുന്നത് അത് എന്താണ്? ബിനാഇന്റെ ലഖബുകളാണ്. മബിനിയായ സ്ഥലങ്ങളിലാണ് ഫതഹിന്റെ മേൽ മബിനി, കസ്റിന്റെ മേൽ മബിനി, ലമ്മിന്റെ മേൽ മബിനി എന്ന് പറയുന്നത്. അപ്പൊ ബിനാഇന്റെ ലഖബുകളാണ് ഫതഹും കസ്റും ലമ്മും. എന്നാൽ ആമായിട്ട് ബിനാഇനിക്കും അതുപോലെ തന്നെ ഇഅ്റാബിനിക്കും പറയുന്ന ലഖബ് ഏതാണ്? അത് ലമ്മത്ത്, ഫതഹത്ത്, കസ്റത്ത് എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മുസന്നിഫ് ലമ്മ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ലമ്മത്താണ്. അതല്ലാതെ ബിനാഇന്റെ ലഖബായ ലമ്മല്ല എന്ന് സൂചിപ്പിക്കാനാണ് ശാരിഹ് എന്തെടുത്തു കൊടുത്തത്? ബി ലമ്മത്തിൻ എന്നെടുത്തു കൊടുത്തു. അപ്പൊ പിന്നെ ഒരു പ്രശ്നമുള്ളത് എന്താ? എന്നാൽ അങ്ങനെയാണ് ഉപയോഗിക്കുക എങ്കിൽ പിന്നെ മുസന്നിഫ് ലമ്മത്ത്, ഫതഹത്ത്, കസ്റത്ത് എന്ന് പറഞ്ഞാൽ പോരെ? ബിനാഇന്റെ ലഖബാകുന്ന ലമ്മ്, ഫതഹ്, കസ്ർ എന്നെന്തിനാ ഇവിടെ ഇഅ്റാബിന്റെ ലഖബായിട്ട് കൊണ്ടുവന്നത് എന്നൊരു ഇഷ്കാല് വരും. അതിന് നമുക്ക് മറുപടി പറയാ. എന്ത്? ഈ ലമ്മ്, ഫതഹ്, കസ്ർ എന്നുള്ളത് ഖരീനത്തുള്ള സമയത്ത് മജാസായിട്ട് എന്തിനുപയോഗിക്കാറുണ്ട്? ഇഅ്റാബിന്റെ ലഖബായിട്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ മജാസായിട്ടുള്ള ഇസ്തിഅ്മാല് ജായിസാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാവണം ബി ലമ്മിൻ അതുപോലെ ഫതഹൻ കസ്റൻ എന്ന് മുസന്നിഫ് പറഞ്ഞത്. അപ്പൊ മുസന്നിഫ് ബസറക്കാരുടെ അഭിപ്രായമനുസരിച്ച് മജാസായിക്കൊണ്ട് ഖരീനത്തുള്ള സമയത്ത് എന്താകാ? മബിനിയിന്റെ ലഖബാകുന്ന ലമ്മ്, ഫതഹ്, കസ്ർ എന്നത് മുഅ്റബിന് വേണ്ടി പറയാൻ പറ്റും എന്നാണ് ബസറക്കാർ പറയുന്നത്. അപ്പൊ ആ ഖരീനത്ത് ഇവിടെ ഉണ്ടല്ലോ. കാരണം നമ്മൾ ഇഅ്റാബുകളെയാണല്ലോ ബയാൻ ചെയ്യുന്നത്, ബിനായിനെയല്ലല്ലോ. അപ്പൊ ആ ഖരീനത്ത് ഉണ്ടാകുന്ന സമയത്ത് ഈ ഇസ്തിഅ്മാല് ശായിആണ്, അതല്ലെങ്കിൽ മജാസായിട്ട് ഇങ്ങനെയും പ്രയോഗിക്കാം എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് മുസന്നിഫ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ശാരിഹ് ഇങ്ങനെ വിശദീകരിച്ചതോ അത് മുസന്നിഫിനെ ഇഅ്തിറാദല്ല. മുസന്നിഫ് ഇങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ലമ്മത്തിനെ കുറിച്ച് മജാസായിട്ടാണ് ലമ്മ് എന്ന് പറഞ്ഞത്, ഫതഹത്തിനെ കുറിച്ച് മജാസായിട്ടാണ് ഫതഹ് എന്ന് പറഞ്ഞത്, കസ്റത്തിനെ കുറിച്ച് മജാസായിട്ടാണ് കസ്ർ എന്ന് പറഞ്ഞത് എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ശാരിഹ് ലമ്മത്ത്, ഫതഹത്ത്, കസ്റത്ത് എന്നെടുത്തു കൊടുത്തത്. അപ്പൊ ശാരിഹിന്റെ ഭാഗത്തു നിന്നും കുഴപ്പമില്ല, മുസന്നിഫിന്റെ ഭാഗത്തു നിന്ന് കുഴപ്പമില്ല എന്ന് മാത്രമല്ല, മജാസായ ഈ ഇസ്തിഅ്മാലിനെ ബയാൻ ചെയ്യൽ കൂടി ലക്ഷ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഇവിടെ ഫർഫഅ് ബി ലമ്മിൻ എന്ന് പറഞ്ഞല്ലോ. ആ ബി ലമ്മിൻ എന്ന ബാ ഏതർത്ഥത്തിനാണ്? കാരണം അത് ബയാൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇഅ്റാബുകൾ ലഫ്ളിയാണോ മഅനവിയാണോ എന്ന ഖിലാഫുണ്ട്. ലഫ്ളിയാണ് എന്നാണ് മുസന്നിഫിന്റെ പക്ഷം. മറ്റു ചില ആളുകൾ ഇഅ്റാബുകൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? മഅനവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെയുള്ള ബാ എങ്ങനെയാക്കണം? മുസന്നിഫിന്റെ വാദം നമ്മൾ പറഞ്ഞല്ലോ. മുസന്നിഫിന്റെ അഭിപ്രായത്തിൽ ഇഅ്റാബുകൾ ലഫ്ളിയാണ്. അപ്പൊ എങ്ങനെ വേണം? ഫർഫഅനി റഫ് ചെയ്യണം ബി ലമ്മിൻ എന്ന് പറഞ്ഞാൽ ലമ്മ് കൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടതായ രീതിയിൽ. അപ്പൊ ബാ എന്തിനു വേണ്ടിയാണ്? തസ്വീറിന് വേണ്ടിയാണ്. അപ്പോ ഐ മുസവ്വറം ബിൽ ലമ്മി എന്നായ അർത്ഥം. ലമ്മ് കൊണ്ട് തസ്വീർ ചെയ്യപ്പെട്ടതായിട്ട് റഫ്ഇനെ നീ മനസ്സിലാക്കണം. അപ്പൊ റഫ് എങ്ങനെയാണ് കാണുന്നത്? ലമ്മ് കൊണ്ടാണ് അതിന്റെ തസ്വീർ ഉള്ളത്. അപ്പൊ റഫ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ലമ്മ് തന്നെയാണ്. അസ്ലിയാവുമ്പോ ഇനി ഫുറുഇയായ അലാമത്തുകളാകുമ്പോ അവിടെയുള്ള അലാമത്താകും. അപ്പോ ഇനി മഅനവിയാണെന്ന് വെക്കുമ്പോഴോ ബി ലമ്മിൻ എന്ന് പറയുന്നത് എന്താകണം? അത് ആലത്താകണം, അതല്ലെങ്കിൽ മുസാഹബത്തിന്റെ ബാ ആകണം. അപ്പൊ ബി ലമ്മിൻ എന്നാൽ ലമ്മിനോട് സഹവസിച്ചുകൊണ്ട് നീ റഫ് ചെയ്തോ. അപ്പൊ ആ റഫ് ആകുന്ന മഅനയുണ്ടല്ലോ, മഅനവിയാണല്ലോ ഇറാബ്, അതിനെ നീ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് ലമ്മിനോടുള്ള സുഹബത്ത് കൊണ്ടാണ്, അതല്ലെങ്കിൽ ആലത്തിനിക്ക് വേണ്ടിയാകുക. അപ്പോ
ലമ്മ് വാസിത്തയായിട്ട് ആ അലാമത്ത് ലമ്മാകുന്ന അലാമത്ത് കൊണ്ടാണ്, അടയാളം കൊണ്ടാണ് നീ റഫ് ചെയ്യേണ്ടത് എന്ന് വെച്ചു കൊടുക്കുക. അപ്പോഴും ഇവിടെ മുസന്നിഫിന്റെ വാക്കിൽ വിശാലതയാണ് ലഭിക്കുന്നത്. ഫർഫഅ ബി ലമ്മിൻ എന്ന് പറയുമ്പോൾ അത് ഇഅ്റാബ് മഅനവിയാണെന്ന് പറയുന്ന ആളുകളും അതുപോലെ ഇഅ്റാബ് ലഫ്ളിയാണെന്ന് പറയുന്ന ആളുകളും രണ്ടു കൂട്ടരുടെ അടുക്കലും എന്ത് ചെയ്യാൻ പറ്റും? ഈ ബൈത്തിന്റെ മഅന നല്ല സുന്ദരമായിട്ട് ബയാൻ ചെയ്യാൻ കഴിയും. അപ്പൊ എത്ര വിശാലമായ അർത്ഥമാണ്, എത്ര വിശാലമായ പ്രയോഗമാണ് മുസന്നിഫ് റഹിമഹുള്ള നടത്തുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ജറിന്റെ അർഫിനെ സങ്കല്പിക്കണം. വൻസിബൻ ഫതഹ എന്ന് പറഞ്ഞിടത്തും ബി ഫതഹത്തിൻ, അതുപോലെ വജുറ കസറ എന്ന് പറഞ്ഞാൽ ബി കസറത്തിൻ എന്ന് സങ്കല്പിച്ചല്ലോ. അപ്പൊ അവിടെയുള്ള ബാവിനൊക്കെ ഈ ചർച്ചകൾ വരും. അവകൾ നസൂൽ ഖാഫിളാണ്, ഫതഹൻ കസറൻ എന്നത് നസൂൽ ഖാഫിളാണ് എന്ന തർക്കീബ് അനുസരിച്ച് ഇൻഷാ അല്ലാഹ് മറ്റു തർക്കീബ് നമുക്ക് അവിടെ പറയാം. അപ്പോ ലമ്മു കൊണ്ട് നീ എന്താക്കിക്കോ, റഫ് ചെയ്തോ. വൻസിബൻ തീർച്ചയായിട്ടും നീ നസ്ബ് ചെയ്യണം ഫതഹൻ, എന്തുകൊണ്ട്? ഐ ബി ഫതഹത്തിൻ, ഫതഹത്ത് കൊണ്ട് നീ എന്ത് ചെയ്യണം? നസ്ബ് ചെയ്യണം. നഹ്വു ഇന്ന സൈദൻ ലൻ യഖൂമ, ഇന്ന സൈദൻ നിശ്ചയമായിട്ടും സൈദ് ലൻ യഖൂമ. അപ്പൊ അവിടെ കണ്ടില്ലേ, ഫതഹ് കൊണ്ടാണല്ലോ സൈദിനിക്കും യഖൂമ എന്നതിനിക്കും നസ്ബ് ചെയ്തത്, ഫതഹത്ത് കൊണ്ടാണ്. അതുപോലെ തന്നെ വജുറ ഐ ദാലിക്കൽ ഇസ്മ ഫഖത്ത്, വജുറ നീ ജറ് ചെയ്യണം. ജറ് ചെയ്യണം എന്ന് പറയുമ്പോൾ മുലാരിയായ ഫിഅലിലേക്കും മുതമക്കിനായ ഇസ്മിലേക്കും അടക്കാൻ പറ്റൂല. എന്താണ് കാരണം? മുലാരിയായ ഫീലിൽ ജറില്ലല്ലോ, ഫീലിൽ ജറില്ല. ഐ അതാണ് പറഞ്ഞത്, ഐ ദാലിക്കൽ ഇസ്മ ഫഖത്ത്, ആ ഇസ്മിനിക്ക് നീ ജറ് ചെയ്യണം, അത്രമാത്രം. ഫിഅലിലേക്ക് ജറ് മടങ്ങില്ല. കസ്റൻ ഐ ബി കസ്റത്തിൻ, എന്തുകൊണ്ട്? കസ്റത്ത് കൊണ്ട് നീ ജറ് ചെയ്യണം. നഹ്വു ബി സൈദിൻ, ബി സൈദിൻ എന്നതുപോലെയാണ് അതിന്റെ മിസാല്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫതഹൻ കസ്റൻ എന്നത് നസൂൽ ഖാഫിള് മൻസൂബാണ് എന്ന്. ഇനി വേണമെങ്കിൽ അവിടെ എങ്ങനെയും തർക്കീബ് വെക്കാം, അത് മഫ്ഊൽ ഫീഹിയാണ് എന്ന് നമുക്ക് തർക്കീബ് വെക്കാം. അപ്പൊ എങ്ങനെ അർത്ഥം വരിക? വൻസിബൻ ഫതഹൻ ഐ വഖ്ത ഫതഹിൻ എന്നായി. ഫതഹിന്റെ സമയത്ത് നീ നസ്ബ് ചെയ്തോ. അതുപോലെ തന്നെ കസ്ർ എന്ന് പറഞ്ഞാൽ വഖ്ത കസ്രിൻ, കസ്റിന്റെ സമയത്ത് നീ എന്ത് ചെയ്തോ? ജറ് ചെയ്തോ. അപ്പോ അങ്ങനെ വെക്കുമ്പോ ഈ ഫതഹിന്റെയും കസ്റിന്റെയും സമയത്ത് നസ്ബും ജറും ഉണ്ട് എന്നേ കിട്ടുകയുള്ളൂ. ഫതഹ് കൊണ്ടാണ് നസ്ബ് എന്നോ കസ്ർ കൊണ്ടാണ് എന്നോ ഒന്നും കിട്ടുകയില്ല. അപ്പോ ബിളമ്മിൻ നസൂൽ ഖാഫിളാക്കുമ്പോ ഒന്നുകൂടി മഅന വാഹിറാകുന്നുണ്ട്. മാത്രമല്ല ചില ആളുകൾ പറഞ്ഞു ഇങ്ങനെ മഫ്ഊൽ ഫീഹി ആക്കലാണ് നല്ലത്. എന്തുകൊണ്ടാണ് മഫ്ഊൽ ഫീഹി ആക്കലാണ് നല്ലത് എന്ന് പറയുന്നത്? അത് ഈ നസ്ഉൽ ഖാഫിള് മൻസൂബ് എന്നൊക്കെ പറയുന്നത് അത് സമാഇന്റെ മേലിൽ മഖ്സൂറാണ്, സമാ ഉള്ള സ്ഥലത്ത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ അത് പറയാൻ പറ്റില്ല. അതിനേക്കാളും നല്ലത് ഇങ്ങനെ മഫ്ഊൽ ഫീഹി ആക്കലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ നസ്ഉൽ ഖാഫിള് സമാഇയാണെന്ന് വെക്കുകയാണെങ്കിലും അവിടെ നമുക്ക് രണ്ട് രൂപത്തിൽ മറുപടി പറയാം. പക്ഷേ നസ്ഉൽ ഖാഫിള് ഹുക്മ് സമാഇയാണെന്ന് പറയുകയാണെങ്കിലും സമാഇല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങനെ ഇസ്തിഅ്മാല് ഷായിആണ്. നസ്ഉൽ ഖാഫിള് ആയിട്ട് തന്നെ ഇസ്തിഅ്മാല് ചെയ്യാറുണ്ട്. അപ്പൊ ഇസ്തിഅ്മാൽ എന്ന നിലക്ക് അത് സമായി അല്ലാതെയും ആളുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പോൾ നസ്ഉൽ ഖാഫിള് സമായിയാണെന്ന് പറയുന്നത് പൂർണാർത്ഥത്തിൽ ശരിയല്ല എന്നർത്ഥം. എല്ലാ ആളുകളും അത് പരിഗണിക്കാതെ തന്നെ അവരുടെയൊക്കെ തസ്നീഫാത്തിൽ നസ്ഉൽ ഖാഫിള് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, ഇനി നസ്ഉൽ ഖാഫിള് സമായിയാണെന്ന് സമ്മതിച്ചാൽ പോലും എന്തില്ല, അത് എല്ലാ സ്ഥലത്തേക്കും വെച്ചു കൊടുക്കാൻ പാടില്ല. ഇത് ഈ നസ്ഉൽ ഖാഫിള് നമ്മൾ തർക്കീബ് വെക്കുന്ന സ്ഥലത്ത് അതിനോട് സമാനമായ സ്ഥലങ്ങളിൽ ജറിന്റെ ഹർഫ് ഉപയോഗിച്ചിട്ട് ആ ജറിന്റെ ഹർഫിനെ ഒഴിവാക്കുന്ന സ്ഥലത്തേക്ക് എന്താണ് നസ്ഉൽ ഖാഫിള് വെക്കാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ നളീറായ ഒന്ന് മുന്താത്ത സ്ഥലങ്ങളിലാണ് സമാഇ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നളീറായ ഒരു മസ്അലയിൽ ജറിന്റെ ഹർഫ് കൊടുത്തു,
എന്നിട്ട് അതിനോട് സമാനമായ സ്ഥലത്ത് ജറിന്റെ ഹർഫിനെ കളഞ്ഞു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താവശ്യമില്ല? സമാഴ് ആവശ്യമില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലാത്തടങ്ങളിലാണ് സമാഴ് വേണം എന്ന് പറഞ്ഞത് എന്ന് നമുക്ക് മറുപടി പറയാം. അപ്പൊ ഇവിടെ നളീർ മുന്തിയിട്ടുണ്ട്. ബി ലമ്മിൻ എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അതിന്റെ നളീറായിട്ടാണ്, അതിന്റെ മുക്കാബിലയിലാണ് ബി ഫതഹിൻ ബി കസിരിൻ എന്ന് പറയേണ്ട സ്ഥലത്താണ് ജറൻ ഫതഹൻ കസിറൻ എന്ന് പറഞ്ഞത്. അപ്പോ അതിന്റെ നളീർ ജറിന്റെ ഹറഫ് കൊണ്ട് മുന്തിയത് കൊണ്ട് തന്നെ അപ്പറഞ്ഞത് നസുൽ ഖാഫിൽ സമായിയാണെന്ന് പറഞ്ഞത് ഇവിടേക്ക് ബാധകമല്ല എന്ന് നമുക്ക് പറയാം. അപ്പോ എന്റെ വീക്ഷണത്തിൽ ഇവിടെ ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്? നസുൽ ഖാഫിൽ മൻസൂബാക്കൽ തന്നെയാണ്. നസുൽ ഖാഫിൽ മൻസൂബ് സമായിയാണെന്ന് പറഞ്ഞാൽ പോലും ബി ലമ്മിൻ എന്നൊരു നളീർ മുന്തിയ സ്ഥലത്തേക്ക് അത് ബാധകമല്ല എന്ന് വെച്ചുകൊണ്ട് ഇവിടെ നമുക്ക് നസുൽ ഖാഫിൽ മൻസൂബ് എന്ന് തർക്കീബ് വെക്കാവുന്നതാണ്. അപ്പൊ സമായിയാണെന്ന് പറഞ്ഞത് എവിടേക്കാണ്? നളീർ മുന്താത്ത സ്ഥലങ്ങളിലാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ ഏതായാലും ദിക്റുല്ലാഹി അബ്ദുഹു യസ്സുർ എന്ന് പറഞ്ഞല്ലോ. ദിക്റുല്ലാഹി എന്ന സ്ഥലത്തുള്ള ദിക്ർ എന്നത് മുബ്തദഉൻ. അതെന്താണ്? മുബ്തദയാണ്. മർഫൂഉൻ ബിൽ ലമ്മത്തി, അത് ലമ്മത്ത് കൊണ്ട് മർഫൂആണ്. ലാഹിറത്തായ ലമ്മത്ത് കൊണ്ട് മർഫൂആണ്. വല്ലാഹി, ദിക്റുല്ലാഹി എന്നതിലുള്ള അല്ലാഹി എന്ന് പറയുന്നത് മുലാഫുൻ ഇലൈഹി, അതിന്റെ തർക്കീബ് മുലാഫുൻ ഇലൈഹിയാണ്. മജ്റൂറുൻ, അതിനിക്ക് ജർറ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിൽ കസ്റത്തി, എന്തുകൊണ്ട്? കസ്റത്ത് കൊണ്ട് ജർറ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വ അബ്ദഹു, അബ്ദഹു എന്ന് പറയുന്നത് മഫ്ഊലു ദിക്ർ, ദിക്റുല്ലാഹി എന്ന ആ ദിക്റാകുന്ന മസ്തറിന്റെ മഫ്ഊലാണ് അബ്ദഹു എന്നത്. അത് മൻസൂബുൻ ബിൽ ഫതഹത്തി, ലാഹിറത്തായ ഫതഹത്ത് കൊണ്ട് മൻസൂബാണ്. വയസുറു എന്ന് പറയുന്നത് മർഫൂഉൻ ബിൽ ലമ്മത്തി, അത് ലമ്മത്ത് കൊണ്ട് മർഫൂആണ്. വഖിഫ അലൈഹി ബിസ്സുകൂനി, അതിന്റെ മേലിൽ സുക്കൂൻ കൊണ്ട് വഖഫ് ചെയ്യപ്പെട്ടു എന്നേ ഉള്ളൂ. അതിന്റെ ഇറാബ് അവിടെ എന്താണ്? റഫ്ആണ്, ലമ്മത്ത് കൊണ്ടുള്ള റഫ്ആണ്. വഹുവ യസുറു എന്ന് പറയുന്ന ആ ജുംല ഖബറുൽ മുബ്തദഇ, ദിക്റു എന്ന മുബ്തദയുടെ ഖബറാണ്. അപ്പൊ ഇവിടെ ലമ്മത്തിനിക്കും ഫതഹത്തിനിക്കും അതുപോലെ തന്നെ കസ്റത്തിനിക്കുമുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. ദിക്റു എന്ന് പറയുന്നത് ലമ്മത്തിന്, അതുപോലെ തന്നെ അല്ലാഹി എന്നത് കസ്റത്തിനും അബ്ദ എന്നത് ഫതഹത്തിനുമുള്ള ഉദാഹരണം പറഞ്ഞു. പിന്നെ യസുറു എന്ന ആ ലമ്മത്ത് ഒന്നുകൂടി ആവർത്തിച്ചത് ഒരുപക്ഷെ ഈ ഇറാബുകളിൽ നിന്ന് അഷ്റഫായ ഇറാബ് ഏതാണ്? ലമ്മത്താണല്ലോ. അതുകൊണ്ട് ലമ്മത്തിന് രണ്ടു വട്ടം പറഞ്ഞതാകാനും സാധ്യതയുണ്ട്. വല്ലാഹു ആലം. അപ്പൊ ഇവിടെ മുസന്നിഫ് ഷാരിഹ് അബ്ദിന് തർക്കീബ് പറഞ്ഞത് എന്താണ്? അത് മഫ്ഊല് ദിക്റാണല്ലോ. ഇനി അവിടെ നമുക്ക് വേറെ രണ്ട് രൂപത്തിലും തർക്കീബ് വെക്കാൻ പറ്റും. അത് ഏതാ? ഒന്നുകിൽ അബ്ദ എന്നത് യസുറുന്റെ മഫ്ഊലാക്ക. അപ്പൊ ദിക്റുല്ലാഹി, അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുക, അല്ലാഹു തആല ദിക്ർ നടത്തുക എന്നുള്ളത് യസുറു, അത് സന്തോഷിപ്പിക്കും. അബ്ദഹു, ആരെ? അല്ലാഹുവിന്റെ അടിമയെ അത് സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പൊ അബ്ദ എന്നുള്ളത് എന്തിന്റെ മഫ്ഊലാക്കാനും പറ്റും? യസുറുന്റെ മഫ്ഊലാണ് എന്ന് വെക്കാനും പറ്റും. അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ അബ്ദു എന്ന് റഫ്ഉ കൊണ്ടും വായിക്കാൻ പറ്റും, കുഴപ്പമില്ലല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും അർത്ഥം? ദിക്റുല്ലാഹി എന്ന അള്ളാഹുലേക്കുള്ള ഇബാദത്ത് നമ്മൾ അബ്ദ നസ്ബ് കൊണ്ട് വായിക്കുമ്പോൾ ഫായിലിലേക്കുള്ള ഇലാഫത്താണ് ആക്കിയത്. അപ്പൊ ഇനി വേണമെങ്കിൽ ദിക്റുല്ലാഹി, അള്ളാഹുവിനെ ഓർക്കുക എന്നത്, അള്ളാഹുവിന്റെ ചിന്തയും അള്ളാഹുവിന് ദിക്ർ ചെല്ലുക എന്നുമുള്ളതൊക്കെ ആര് ദിക്ർ? അബ്ദുഹു, അവന്റെ അടിമ ദിക്ർ ചൊല്ലൽ. യസുറു, അത് അവനെ സന്തോഷിപ്പിക്കുന്നതാണ്. അങ്ങനെ ദിക്റിന്റെ ഫായിലായിട്ട് റഫ്ഉ കൊണ്ടും നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇങ്ങനെ റഫ്ഉ കൊണ്ട് വായിക്കാൻ പറ്റും, അതുപോലെ യസുറുവിന്റെ മഫ്ഊലാക്കിയിട്ട് നസ്ബ് കൊണ്ട് വായിക്കാൻ പറ്റും. അത് രണ്ടും പറയാതെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു തർക്കീബ് മാത്രം മുസന്നിഫ് ഷാരിഹ് പറഞ്ഞത്? ഒരു പക്ഷേ ആ തർക്കീബിന് ഒന്നുകൂടി റുജ്ഹാൻ ഉള്ളത് കൊണ്ടായിരിക്കും. വല്ലാഹു ആലം. അതെന്താ? യസുറുവിന്റെ മഫ്ഊലാക്കുകയാണെങ്കിൽ
മുന്തി വന്നതിന്റെ മഅമൂലാക്കാൻ പറ്റും അബ്ദിനെ എന്നിരിക്കെ പിന്തിയതിന്റെ മഅമൂലാക്കേണ്ടതില്ലല്ലോ എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തർക്കീബ് പറഞ്ഞത്. ഇനി ഫായിലായിട്ട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ആ ഫായിലായിട്ട് അബ്ദു എന്നതിന് റഫ്ഉ കൊണ്ട് വായിക്കുകയാണെങ്കിൽ ലാഹിറിൽ എന്തുണ്ടാകുകയില്ല? മൻസൂബിനിക്ക് ഉദാഹരണം ഉണ്ടാകുകയില്ല. അപ്പൊ ഫതഹത്ത് കൊണ്ടുള്ള നസ്ബ് അതിന്റെ ഉദാഹരണം ഇല്ലാതെയാകും അബ്ദു എന്ന് വായിച്ചാൽ. അതുകൊണ്ട് ആ റഫ് ആകുന്ന തർക്കീബിനെയും ഇവിടെ ശാരിഹ് പറഞ്ഞില്ല. അപ്പൊ രണ്ട് തർക്കീബും പറയാതെ മുസന്നിഫ് ഈ മൂന്നാമത്തെ തർക്കീബിനെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം ഒരു പക്ഷേ ഇതായിരിക്കാം. വജ്സിം ബിതസ്കീനി വഗൈറു മാ ദുകിർ യനൂബു നഹ്വു ജാഅ ഖൂബാനി നമീർ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.